ആദർശ് അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് എനിക്ക് ചെയ്യാനുള്ളതെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം വലിച്ചെറിയാണ്. അപ്പോഴേക്കും എല്ലാരും എന്തായി കാട്ടുന്ന ആദർശേന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നവ്യയും അഭിയൊക്കെയാലും എല്ലാരും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കാണ് കേട്ടോ. അപ്പോഴേക്കും ജയനും ആ ദേവേനൊക്കെ ചോദിക്കുകയാണ്, എന്താ ആദർശേ നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? ഇങ്ങനെ ഒരു പരിപാടി അലങ്കോലമാക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാരും മാറിയും തിരിഞ്ഞും ഇങ്ങനെ നോക്കി ഞെട്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ഒന്ന് അലങ്കോലമാക്കിയെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആദർശ് ഇതുപോലെ ചടങ്ങ് അലങ്കോലമാക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും കനകം പറയുന്നുണ്ട്, എന്നോടും എന്റെ മക്കളോടും നിങ്ങൾ ദേഷ്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിവിടെ പ്രകടിപ്പിക്കരുത് ജലജെ എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശിയും പറയുന്നുണ്ട്, ജലജെ ഇത് മംഗളകരമായ ഒരു കർമ്മമാ, ഇവിടെ വന്നിട്ട് നീ ഇമ്മാതിരി കോപ്രായം ഒന്ന് കാണിച്ചു കൂട്ടരുത്. നിന്റെ മരുമകളുടെ വളകാപ്പയോടെ നടക്കാൻ പോന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനയ്ക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജ വന്നിട്ട്, അല്ല എന്റെ കൊച്ചുമോൻ എന്ത് പറയുന്നു എന്നൊക്കെ നവിയോട് ചോദിക്കാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിനക്ക് എന്താ ഒന്നും തോന്നാത്തതെന്ന് ചോദിക്കാണ്. എന്നിട്ട് അബിയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരൊറ്റ അടി അബിയുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാണ്, നീയൊക്കെ ഒരു ഭർത്താവാണോടാ? നിന്നെ പ്രസവിച്ച എന്നെയാണ് ആദ്യം പറയേണ്ടത്. നിന്നെ പോലെ ഒരു മണ്ടനെ പ്രസവിച്ചല്ലോ ഞാൻ, അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയാണ്. അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഇതൊക്കെ മനസ്സിലാവാതിരിക്കുവോ? ഇപ്പൊ ആദർശിന് പകരം നീയായിരുന്നു ഇവിടെ ഇതെല്ലാം ചെയ്യേണ്ടവൻ. എന്നിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ, നാണമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അബിയെ പറയാണ്. എന്താ ജലജെ നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നേ? എന്തിനവനെ തല്ലുന്നേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പം മുത്തശ്ശിയും പറയാണ്, അല്ലെങ്കിലും എല്ലാ പരിപാടിയും ഇങ്ങനെ അലങ്കോലാക്കാന്നുള്ളത് നിന്റെ ഒരു ചടങ്ങാണല്ലോ എന്ന് പറയുമ്പം ശരിയാ, ഞാനും എന്റെ മകനും എല്ലാം അലങ്കോലമാക്കുന്നവരാ. പക്ഷെ ആദർശോ അവനങ്ങനെ ചെയ്യുന്നവനല്ലല്ലോ. അപ്പൊ പിന്നെ ഇപ്പോ ആദർശം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണില്ലേ എന്ന് ദേവേനെ അന്ന് അവള് പറയുന്നുണ്ട്. എന്നിട്ട് ജലജ നവിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ വയറിനിട്ട് ആഞ്ഞടിക്കുന്നുണ്ട് കേട്ടോ. അഭി തന്നെ ഒന്ന് ഞെട്ടിപ്പോന്നുണ്ട്. ദേവിയാണെങ്കിൽ ഉയ്യോ എന്ന് വെച്ചിട്ട് എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നത് ജലജെ എന്ന് വിളിക്കുകയാണ്. പക്ഷെങ്കിൽ നവ്യാണെങ്കിൽ ഒരനക്കവും ഇല്ലാതെ തലയും കുനിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ജലജെ നീ എന്താ ഈ കാണിക്കുന്നേ? പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിയുടെ വയറിനിട്ടാണോ നീ അടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കനകം എടി എന്ന് വിളിച്ചിങ്ങനെ അലറുമ്പോഴത്തേക്കും ആദർശ് മിണ്ടി പോവരുത് എന്ന് കനകയോട് പറയുന്നുണ്ട്. നയനയ്ക്ക് എല്ലാം മനസ്സിലായതുകൊണ്ട് തന്നെ നയനെ ആകെപ്പാടെ അങ്ങനെ പരിഭ്രാന്തിയിൽ നിൽക്കുകയാണ്. അല്ല നിനക്ക് വേദനിച്ചോ മോളെ എന്ന് ജലജ ചോദിക്കുന്നു. അപ്പോഴും നവ്യ ഒന്ന് മിണ്ടാ നിൽക്കുകയാണ്. എന്താണ് കാര്യമൊന്നും മനസ്സിലാവാതെ കനകവും ഗോവിന്ദനും പരസ്പരം മുഖത്തോടെ മുഖം നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ജലജ പറയാണ്, ഇവളെ ഒന്നുകൂടെ അടിച്ചാലോ ഇവളുടെ വയറിന്റെ കമ്പൗണ്ട് അടിച്ചാലോ പോലും ഇവക്ക് യാതൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു കുഞ്ഞാ ഇവളുടെ വയറിലുള്ളത് എന്ന് പറയാൻ കേട്ടോ. അല്ല മോളെ മോക്ക് തളർച്ചയോ ക്ഷീണോ തോന്നില്ലേ? അല്ല മോളുടെ എത്രാമത്തെ മാസമായത് എന്നൊക്കെ ജലജ ചോദിക്കുമ്പോഴേക്കും ജയൻ ചോദിക്കാണ്, ജലജെ നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്ന് ജയൻ പറയുമ്പോഴേക്കും ഓഹോ അങ്ങനെയാണോ എന്നും ചോദിച്ചിട്ട് നവ്യയുടെ വയറിൽ നിന്നും ആ പാട് വലിച്ചൂരുകയാണ്. എന്നിട്ട് ജലജ പറയുന്നു, കണ്ടില്ലേ ഇതാണ് ഇത്രയും കാലവും നമ്മള് ഓമനിച്ച് താരാട്ടി കൊണ്ടു നടന്ന നമ്മളുടെ കൊച്ചുമോൻ എന്നും പറഞ്ഞിട്ട് ആ പാടെടുത്ത് ഉയർത്തി കാണിക്കുകയാണ് എല്ലാവരെയും. ഇത്രയും കാലം ഇവളെല്ലാരെയും കബളിപ്പിക്കുകയായിരുന്നു. ഈ കുഞ്ഞിനായിട്ട് ഇവിടെ എന്തുമാത്രം പൂജയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നതാ. കണ്ടില്ലേ ഇതാ ഇവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ആ പാടുയർത്തി കാണിക്കുകയാണ്. ഇപ്പോ എന്താ ആർക്കും ഒന്നും പറയാനില്ലേ എന്ന് ജലജ ചോദിക്കുന്നു. നയനതെല്ലാം കണ്ട് കണ്ണും പൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ അച്ഛ എല്ലാവരും എല്ലാം പറഞ്ഞല്ലോ, ഇനിയിപ്പോ ആർക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചിട്ട് ഈ പാട് വലിച്ചൂരി എറിയുകയാണ്. അപ്പോഴേക്കും നവ്യ ഒരക്ഷരം പോലും മിണ്ടാതെ തലയും കുണിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനും എന്റെ മകനും ചില കള്ളത്തങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ വിശ്വാസവഞ്ചന ഞങ്ങൾ ആരും ഇവിടെ ചെയ്തിട്ട് കൂടിയില്ല എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകെപ്പാടെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ആദർശ് പറയാണ്, ഇവൾ നമ്മളെ എല്ലാരും ചതിക്കുകയായിരുന്നു. ഈ വീട്ടില് കള്ളത്തരം പറഞ്ഞ ഒരാളാ അഭി, അതുപോലെ തന്നെയാ നവ്യം കള്ളത്തരം പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു ക്രിമിനലാ അവൾ എന്ന് പറയുകയാണ്. എന്നിട്ട് ജലജ പറയാണ്, ഇത്രയും കാലം നമ്മളെ എല്ലാരും ഈ പാട് വെച്ച് പറ്റിക്കുകയായിരുന്നു ഇവൾ, അതെല്ലാം ഞാന് 2 ദിവസമായി കണ്ടുപിടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ആ പഴയ ഫ്ലാഷ് ബാക്ക് പറയുന്നു. അവള് നവിയുടെ മുറിയിലേക്ക് പോയിട്ട് ആ റിസൾട്ട് എല്ലാം എടുത്തിട്ട് അവള് ക്യാമറയില് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോ എടുത്ത് അവൾ ആ ഡോക്ടർക്ക് അയച്ചു കൊടുക്കാണ്. അങ്ങനെ ആ ഡോക്ടർ ആ റിസൾട്ട് എല്ലാം വിശദമായിട്ട് നോക്കുന്നുണ്ട്. എല്ലാം നോക്കുമ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലാകാണ് നവ്യ ഗർഭിണിയല്ലെന്നുള്ള കാര്യം. അങ്ങനെ അയാൾ ജലജേനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അയച്ച റിപ്പോർട്ടൊക്കെ ശരിയായതാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങളെയും നിങ്ങളുടെ മകനെയും ഒക്കെ ആ പെൺകുട്ടി നന്നായിട്ട് പറ്റിക്കുകയാണ്. ആ പെൺകുട്ടി ഗർഭിണിയൊന്നും അല്ല, അതുകൊണ്ടാ ഞാൻ കൊടുത്ത മരുന്ന് അവൾക്ക് വർക്കൗട്ട് ആവാഞ്ഞത്. ഗർഭിണിയാണെങ്കിൽ മാത്രമേ ആ ഗുളിക വർക്കൗട്ട് ആവൂ. അതിനർത്ഥം അവള് ഗർഭിണിയല്ലെന്ന 100% ഞാൻ ഉറപ്പിച്ച് പറയാമെന്ന് പറയുന്നു. അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ സാറേ അവളുടെ വയറ്റിൽ കുഞ്ഞില്ല
ഗർഭിണിയല്ലെന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? പക്ഷെ അവക്കിപ്പോ 8 മാസമായി, അവൾക്ക് വയറുണ്ട് എന്ന് പറയുമ്പോഴേക്കും ആ ഡോക്ടർ പറയാണ്, വയറിലൊക്കെ ഒരു പാട് വെച്ച് കെട്ടാനാണോ പാട്, അതൊക്കെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ സത്യമായ കാര്യം തന്നെയാ, അവള് ഗർഭിണിയല്ലെന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ്, മോനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, ഒന്നും പറയാൻ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ അപ്പച്ചി, അതുകൊണ്ട് അപ്പച്ചി അതിനെക്കുറിച്ച് ശരിക്കൊന്ന് അന്വേഷിക്കണം, എന്നിട്ട് മാത്രം നമുക്ക് അതിനെക്കുറിച്ച് തീരുമാനമെടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, ആ കനകയും അവളുടെ മക്കളും എല്ലാം കള്ളികളാ, പേരും കള്ളികള് എന്നൊക്കെ പറയാണ്. അങ്ങനെ ജലജ ആദർശിനോട് പറയുന്നുണ്ട്, ഇതൊക്കെ കള്ളമാണെന്ന് അറിഞ്ഞാൽ എന്റെ മോൻ എന്റെ കൂടെ നിൽക്കണം, അവളുമാരെ രണ്ടും ചവിട്ടി വിടുന്ന് പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും, പക്ഷെ അതിനു മുമ്പ് നവ്യ തെറ്റുകാരിയാണോന്ന് നമ്മൾ കണ്ടെത്തണം എന്ന് ആദർശ് പറയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം അഭി അവളുടെ ഭർത്താവല്ലേ, അവനവളുടെ കൂടെ ജീവിക്കുന്നവനല്ലേ, അവനെങ്കിലും അറിയാൻ സാധിക്കില്ലേ? ഈ വീട്ടിലുള്ള ഇത്രയും പെണ്ണുങ്ങളില്ലേ, നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കാണ്. ജലജ പറയാണ്, മോനെ പലതവണ ഞങ്ങൾ പറഞ്ഞല്ലേ, അവക്ക് അതിൻ്റെതായ യാതൊരു ക്ഷീണമോ തളർച്ചയോ ഒന്നുമില്ല, ഫുഡ് ക്രേവിങ്സ് പോലും അവക്കില്ല. അതുപോലെ തന്നെ ഒത്തിരി ദിവസം അവൾക്ക് വയറില്ലാതിരുന്നതിനെ കുറിച്ച് എല്ലാരും സംസാരിച്ചു. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവൾക്ക് വയറ് പൊങ്ങി വന്നു. അതെങ്ങനെയാ മോനെ? അതിന്റെ ശരിക്കുള്ള അർത്ഥം എനിക്കിപ്പോഴാ മനസ്സിലായി എന്ന് പറയാണ്. അങ്ങനെ ജലജ അവളുടെ മുറിയിലേക്ക് പോയി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് മുറിയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കതക് പതിയെ തുറന്ന് ജലജ അവളുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുമ്പോൾ അവളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ അവൾ ഒരു പാട് വെച്ച് അവളുടെ സാരിയുടെ ഇടയിൽ കൂടി ആ പാട് കിട്ടുന്നത് ജലജ കണ്ട് അങ്ങ് ഷോക്കായി നിൽക്കാണ് കേട്ടോ. അവളിങ്ങനെ വാ കുത്തിപ്പിടിച്ച് എന്റെ ഈശ്വരാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നവ്യാണെങ്കിൽ ഇതൊന്നും അറിയാതെ കതക് പോലെ ലോക്ക് ചെയ്യാതെ അവിടുന്ന് ആ പാടിങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും നവ്യയും ആകെപ്പാടെ ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് ജലജ പറയാണ്, കുറെ ദിവസമായി ഇവളെനിക്ക് സംശയം തുടങ്ങിയിട്ട്, അങ്ങനെയാ ഞാൻ ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെപ്പാടെ സ്തബ്ധരായിട്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ എല്ലാവരും അങ്ങ് ഷോക്കായിട്ടൊന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നന്ദുവും ജാനകിയും അഭിയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ എല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, ഇതുകൊണ്ടാ ഞാന് ഇത്രയും ബഹളം വെച്ചത്. അപ്പൊ ജലജ പറയുന്നുണ്ട്, കണ്ടില്ലേ, ഇതുകൊണ്ടാ ബഹളം വെച്ചത്, ഇത് ഇവരുടെ തള്ളയ്ക്കും തന്തയ്ക്കും എല്ലാവർക്കും അറിയാം, എല്ലാരും മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് കെട്ടിച്ചു വിട്ടതാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, ആണോ അമ്മ എന്നോട് സത്യം പറയണം, അമ്മയ്ക്ക് അറിയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ, മോനെ സത്യമായിട്ടും ഞങ്ങൾക്കൊന്നും ഈ കാര്യം അറിയില്ലായിരുന്നു, ഇതാ ഇപ്പം ഈ നിമിഷമാണ് ഞങ്ങൾ അറിഞ്ഞെന്ന് പറയുമ്പോഴേക്കും അഭി പറയാണ്, അല്ല സത്യം അതല്ല, ഇവിടുന്ന് കിട്ടുന്ന ആഭരണങ്ങളും സ്വർണ്ണങ്ങളും എല്ലാം കൂടെ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, എന്നിട്ട് കുഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഈ സ്വർണ്ണങ്ങൾ അടിച്ചു മാറ്റി ആ സിമ്പതിയും കൂടെ മേടിക്കാനായിരുന്നു ഇവൾമാരുടെയൊക്കെ പ്ലാന്, എല്ലാം എല്ലാവർക്കും അറിയായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ പറയാണ്, അതാ മോനെ, അത് തന്നെയാ മോനെ സത്യം. അപ്പൊ ദേവേനെ പറയുന്നുണ്ട്, അതെ അഭി പറഞ്ഞ തന്നെ സത്യം, മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ, ഇതുങ്ങളൊക്കെ മൃഗങ്ങളാ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഗോവിന്ദനെയും കനകത്തിനെയും പുച്ഛിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പോയിട്ട് പറയാണ്, എനിക്ക് അച്ഛനോടാ ചോദിക്കാനുള്ളത്, അച്ഛന് നേരത്തെ ഈ കാര്യങ്ങൾ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, മോനെ സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ദാ ഈ നിമിഷം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളോട് ഞെട്ടി നിൽക്കുക, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന അടുത്തേക്ക് ചെല്ലുകയാണ്. നയന, നിന്നെ ഈ വീട്ടിൽ എല്ലാവരും ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ കൊച്ചുമക്കളെയൊക്കെ സൈഡാക്കി, മുത്തശ്ശനും മുത്തശ്ശിയും പോലും നിന്നെ ആ സ്നേഹിക്കുന്നത് അതിനർത്ഥം തന്നെ നിന്റെ മനസ്സിന്റെ നന്മയും മഹത്വവും കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ എന്റെ അമ്മ ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ആ അമ്മയെ പോലും ഒതുക്കി നിർത്തി, ഇപ്പൊ നിനക്ക് അവർ വില തരുന്നുണ്ടെങ്കിൽ നീ അത്രത്തോളം മഹത്വമുള്ളവളാണ്, സത്യസന്ധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്ക് കനകം പറയുന്നുണ്ട്, ഇല്ല മോനെ, ഒരിക്കലും അവൾക്ക് അറിയില്ല, കാരണം അവൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും അത് എന്നോട് പറഞ്ഞേനെ. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഇതൊരു കോടതിയാ, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയെന്ന് ആദർശ് കനകത്തിനോട് ദേഷ്യപ്പെട്ട് പറയുന്നു. നയന അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ നിൽക്കാണ് കേട്ടോ. എന്നിട്ട് നയന ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ദേവേനെ പറയാണ്, അറിയാം, ഇവക്കും എല്ലാം അറിയായിരിക്കും, എല്ലാളുമാരും കള്ളത്തരം പറഞ്ഞ് കയറി വന്നേക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയാണ്, മോളെ മോക്കൊന്നും അറിയില്ലെന്ന് പറ മോളെ എന്ന് പറയുന്നു. അപ്പോഴേക്കും ആദർശ് പറയാണ്, കണ്ടില്ലേ മുത്തശ്ശി പോലും നിനക്ക് സപ്പോർട്ടാ, നിനക്കൊന്നും അറിയില്ലെന്ന് അറിയാനാ അവരുടെ ആഗ്രഹം, പറ നിനക്കൊന്നും അറിയില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും നയന പറയാണ്, എനിക്കെല്ലാം അറിയാമായിരുന്നു, ആദ്യം മുതൽ തന്നെ ചേച്ചി ചതിക്കാണെന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അത് കേൾക്കുമ്പോഴാണ് എല്ലാവരും ശരിക്കൊന്നും ഞെട്ടിപ്പോകുന്നത്. നയന കരഞ്ഞുകൊണ്ട് മുത്തശ്ശിനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്തിനാ നീ ഈ ചതി ചെയ്തത് എന്ന് കനകൻ ചോദിക്കുകയാണ്. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാൻ പാടുന്നൂടെ എന്ന് ചോദിക്കുകയാണ്. എന്റെ മോളെ, നീ ഇങ്ങനെ ഞങ്ങളെ ചതിച്ചു കളഞ്ഞല്ലോ എന്ന് കനകൻ ചോദിക്കുന്നുണ്ട്.
ദേവ്യാനിയും അത് കേട്ട് ഷോക്കായി നിൽക്കാൻ കേട്ടോ. അപ്പൊ നന്ദു പറയാണ്, ചേച്ചിക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞുവിടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയാണ്, ഈ വീട്ടിലെ ഫാമിലി ഡോക്ടറെയും എന്നെയും ഒക്കെ ചേച്ചി ആത്മഹത്യ ചെയ്യൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കാഞ്ഞത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നയന പറയാണ്, ചേച്ചി കാരണമാണെല്ലാം, ചേച്ചിയാ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് നയന പൊട്ടിക്കരയുമ്പോഴേക്കും ആദർശിനെ ദേഷ്യപ്പെട്ട് നയനെ നോക്കുകയാണ്. ആദർശിനെ നയന നോക്കുമ്പോഴേക്കും മതി, ഇനി നിർത്തിക്കോ, ഇനി എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ഭാര്യയില്ല. ഈ അനന്തപുരം തറവാട്ടിൽ ജീവിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയുമില്ല. എന്റെ ജീവിതത്തിൽ നിന്നും എന്റെ വീട്ടിൽ നിന്നും മര്യാദയ്ക്ക് ഇറങ്ങിപ്പൊക്കോ എന്ന് ആദർശ് അലറിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ മനസ്സിലോർക്കാണ്, എന്തായാലും ഒരു പടിക്ക് രണ്ട് പക്ഷി, രണ്ടവളമാരും ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോളുമല്ലോ എന്ന് ഓർക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവ്യാനി വന്നിട്ട് പറയാണ്, ആദർശ് പറയാണ്, തെറ്റ് ചെയ്തവരെ പോലെ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടത് ഒളിച്ചു വെച്ചവരാണെന്ന് പറയുമ്പോഴേക്കും അനി ഏട്ടാ എന്ന് വിളിക്കുന്നു. എന്താടാ, എനിക്കില്ലാത്ത വേദനയാണോ നിനക്ക് എന്ന് ആദർശ് ചോദിക്കുമ്പോഴേക്കും ദേവ്യാനി പറയാണ്, നീ ഈ വീട്ടിലെ കൊച്ചു പയ്യനാ, അതുകൊണ്ട് മിണ്ടായോടെ നിന്നോ അനി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ദേവ്യാനി മുമ്പോട്ട് വന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ, വല്ല പട്ടിയും പൂച്ചയൊക്കെ വന്ന് വലിഞ്ഞു കയറുന്നത് പോലെ വന്ന് വലിഞ്ഞു കയറിയതാ ഇവളുമാരെയും കൊണ്ട് ഇവര്, അതുകൊണ്ട് മര്യാദയ്ക്ക് രണ്ടെണ്ണത്തിനെ വിളിച്ചോണ്ട് ഇറങ്ങി പോയിക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവേനെ അവിടെ കിടന്ന് ആലാറി വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, നിന്റെ നവിയുടെ കാര്യം തീരുമാനിക്കേണ്ടത് ജലജയും അബിയുമാണ്, പക്ഷെ ഇവളുടെ കാര്യം ഞാൻ തീരുമാനിക്കും. ഇവള് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. ആദർശേ, ഇനി നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാര്യയില്ല, ഇവളിനി ഒരിക്കലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഇറക്കി വിടടാ ഇവളെ എന്നിങ്ങനെ ആദർശിനോട് ദേവ്യാനി പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നത് കേട്ട് ഒന്നും മറുത്തു പറയാതെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് നിൽക്കുകയാണ് കേട്ടോ നയന. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇപ്പൊ ഇതിന്റെ ബാക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്, ഇവര് വെളിയിലാവോ അതോ അകത്ത് കയറോ, എന്തൊക്കെയായിരിക്കും ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ ഉച്ചക്കത്തെ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.